കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അർഹിക്കാത്തിടത്ത് ലഭിക്കുന്ന ദാനമാണ് കൃപ എന്ന് കൃപയ്ക്ക് നിർവചനം നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന സകലതിനും നാം യോഗ്യരല്ലായകയാൽ സകലതും ദൈവകൃപ തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ആഗ്രഹിക്കുന്ന മറുപടി നിഷേധിച്ചാൽ അതിന് കൃപ എന്ന് പറയാനാകുമോ? 3 പ്രാവശ്യം പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ പൗലോസിന് വിടുതൽ നൽകുന്നതിന് പകരം ദൈവം പറഞ്ഞത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി നൽകും എന്നാണ്. അതായിരുന്നു ഇവിടെ പറയുന്ന ദൈവത്തിന്റെ കൃപ. ഉദാഹരണം പറഞ്ഞാൽ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നു രോഗം സഹിക്കാനുള്ള ശക്തിയും രോഗിയായിരിക്കുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ ചെയ്യാനുള്ള ശക്തിയും നൽകും എന്ന്. ഇതാണ് കൃപ. അതെ, ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ സന്തോഷത്തോടെ നമുക്കത് അംഗീകരിക്കാം. ജയിൽവാസത്തിലായിരിക്കുമ്പോൾ പൗലോസ് പലരെയും സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചതിനെ കുറിച്ച് തന്റെ ലേഖനങ്ങളിൽ കാണാം. ആത്മാക്കളെ നേടുന്നതിനും ഈടുറ്റ ലേഖനങ്ങൾ ചമയ്ക്കുന്നതിനും ജയിലറ പോലും തനിക്ക് തടസ്സമായില്ല. നിരന്തരം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന വിടുതൽ കാണാതിരിക്കുന്നുവോ? ഒരുപക്ഷെ അതിനെ സഹിക്കാനുള്ള കൃപ ദൈവം പകർന്നിട്ടുണ്ടാകാം. ദൈവകൃപ എത്രയോ ശ്രേഷ്ഠവും വലുതുമാണെന്ന് തിരിച്ചറിയുക. രക്ഷിക്കപ്പെടാൻ നമുക്ക് കൃപ ലഭിച്ചതുപോലെ ദൈവഹിതത്തിൽ ജീവിക്കാനും കൃപ ലഭിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.